മൃതദേഹത്തെ ചൊല്ലി വരെ തർക്കങ്ങൾ ഉണ്ടാവുന്ന ഒരു നാടാണിത്. ലോറൻസിൻ്റെ മൃതശരീരം ക്രിസ്ത്യൻ ആചാരപ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യം, മകളുടെ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും തള്ളിയിരിക്കുകയായിരുന്നത്. അതിപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ ഉള്ളത്. മരിച്ചിട്ട് ഒരുപാട് നാളായി. ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അദ്ദേഹം അലയുകയാണ്. ലോറൻസിന് അതിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരു ആത്മീയവാദി ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. ശരീരം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമായി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മളുടെ ഒരു സാധാരണ ജീവിതത്തിൽ ഒരു ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയ നിർഭാഗ്യമാണ് ലോറൻസിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം മരണശേഷവും അദ്ദേഹത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ജീവിച്ച സമയത്തൊരിക്കലും പള്ളിയിൽ പോവുകയോ അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതാചാര പ്രചാരം ജീവിക്കുകയോ ചെയ്യാത്തതായ ഒരു മനുഷ്യനായിരുന്നു എം ലോറൻസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുസമൂഹത്തിനും അതറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ആശയുടെ പിന്നാലെ സുജാതയും അവർ രണ്ടുപേരും ആണ് കോടതിയിൽ പോവുകയും ഇത് മതാചാര പ്രകാരം പള്ളി സെമിത്തേരിയിൽ തന്നെ മറവ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ സജീവനോട് അച്ഛൻ, അതായത് ഈ ലോറൻസിൻ്റെ അവസാന കാലഘട്ടം മുഴുവൻ തന്നെ സജീവൻ്റെ സംരക്ഷണയിലായിരുന്നു. സജീവനാണ് അവിടെ എല്ലാ ദിവസവും പോവുകയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്തത്. ഈ ലോറൻസ് ഒരു RSS അനുഭാവിയായിട്ട് അവസാന കാലഘട്ടത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു കേട്ടു. അല്ല, അത് വളരെ വളരെ അസംബന്ധമായിട്ടുള്ള അഭിപ്രായ രൂപീകരണമായിട്ടാണ് വിലയിരുത്തേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ മകൾ ആശയുടെ മകനാണ് RSSുമായിട്ട് ബന്ധപ്പെടുകയും ആശ RSSുമായി ബന്ധപ്പെട്ട് RSSൻ്റെ കൂടെ ഒരു രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ടാണ് പിന്നീട് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ലോറൻസിൻ്റെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകളും അതേപോലെ മകളുടെ മകനുമൊക്കെ RSSായി മാറി എന്ന് പറയുന്ന വലിയ വാർത്തയാണ്. കാരണം ഒരു വലിയ നേതാവിൻ്റെ മകനും മകളുമാണല്ലോ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ പക്ഷേ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ആശ പറയാറുണ്ട് ഞാൻ RSS ഒന്നുമല്ല എന്ന് ഒക്കെ പറയാറുണ്ട്. പക്ഷേ ശബരിമലയിൽ വരെ ഈ മകളുടെ മകനെ കൊണ്ടുപോവുകയും പിന്നെ അവരുടെ കൂടെ എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ RSS ബന്ധമാണ്. കേസ് നടത്തുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കാണ് അതിനകത്ത് RSS ബന്ധമുള്ളത്. ലോറൻസിന് അങ്ങനെ RSSുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ വിഭാഗീയതയുടെ കാലത്ത് അദ്ദേഹം വെട്ടിനിർത്തപ്പെട്ട ഒരു നേതാവായിരുന്നു. ആ പ്രശ്നങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1-2-3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പരിചരണം മുഴുവനും CPM എന്ന് പറഞ്ഞ പാർട്ടി ഏറ്റെടുക്കുകയും ടൈം ടേബിൾ വെച്ചിട്ട് അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടിയിട്ട് സഹാക്കൾ നിൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ നിൽക്കുന്ന സഹാക്കൾക്കൊക്കെ തന്നെ പാർട്ടിയാണ് ആവശ്യമായിട്ടുള്ള വേതനം നൽകിയിരുന്നത്. അങ്ങനെ പാർട്ടിയുടെ സംരക്ഷണയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം. 1 വർഷമല്ല 3 വർഷക്കാലത്തോളം അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് പരിചരിക്കാനുണ്ടായിരുന്നത് മകനാണ്. കൂടെ ആശുപത്രിയിലേക്ക് അന്വേഷിക്കാനും അതേപോലെ തന്നെ പരിചരിക്കാനും ഒക്കെയുള്ള ആളുകളുടെ കൂടെ നിന്നിരുന്നത് ഈ സജീവൻ എന്ന് പറയുന്ന മകനാണ്. അഡ്വക്കേറ്റാണ് അദ്ദേഹം, ഗവൺമെൻറ് പ്ലീഡറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലായിരുന്നു ലോറൻസിൻ്റെ അവസാനം. ആ സമയത്തൊക്കെ ലോറൻസ് പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ തന്നെയായിരിക്കും, മതാചാരപ്രകാരം അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്താൻ പാടില്ലെന്ന് തന്നെയായിരിക്കും മകനോട് പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് മകൻ കോടതിയിൽ ഹാജരാക്കി സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം 2 സാക്ഷികളെയും അദ്ദേഹം അവിടെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണത് കോടതിക്ക് ഉത്തമമായിട്ടുള്ള വിശ്വാസം വരികയും കോടതി ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തത്. ഇതിൽ മകള് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് മതാചാരപ്രകാരം സെമിത്തേരിയിൽ അടക്കം ചെയ്യണം ശരീരം എന്നാണ്. എന്നാൽ ലോറൻസ് പറഞ്ഞതായിട്ട് മകനും മറ്റ് സാക്ഷിമൊഴികളും കോടതി അവരെയാണ് പരിഗണിച്ചത്. മറ്റ് സാക്ഷിമൊഴികളും പറയുന്നത് ലോറൻസിന് നേരത്തെ തന്നെ ആവശ്യം ഇതൊരു മെഡിക്കൽ പഠനത്തിനായിട്ട് തൻ്റെ മൃതശരീരത്തെ വിട്ടുകൊടുക്കണമെന്ന് നേരത്തെ തന്നെ ലോറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ മകളും ഇവിടെ ഏതാനും സാക്ഷിമൊഴികളെയൊക്കെ നിരത്തുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനി സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഏതറ്റം വരെ പോയിട്ടും നീതി ഉറപ്പാക്കും എന്നൊക്കെയാണ് മകള് അവകാശപ്പെടുന്നത്. അല്ല, അതിൽ നീതിയുടെ ഒരു പ്രശ്നമില്ലല്ലോ. കാരണം വെച്ചാൽ ഒരാൾക്ക് 2-3 മക്കളൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ ലോറൻസ് സാഹനാണെന്ന് വെച്ചാൽ 4 മക്കളുണ്ടായിരുന്നു, 2 ആൺമക്കളും 2 പെൺമക്കളും. അതിൽ മകൻ മരിച്ചുപോയി. പിന്നെ ഈ പെൺമക്കളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല.
ഒരു കാര്യം നോക്കുന്നതിന് അവരൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരിചരിക്കാത്തതും അദ്ദേഹത്തിനൊപ്പം നിൽക്കാത്തതായിട്ടുള്ള ആളുകൾ മരണശേഷം ശവവും ഒക്കെ ആവശ്യപ്പെടുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയില്ല. കോടതിക്ക് അതേപോലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വിധി വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സുപ്രീം കോടതിയിൽ പോകാം, മകളെന്ന നിലയ്ക്ക് അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. അതൊക്കെ സ്വാഭാവികവും അതേപോലെ തന്നെ അനുവദനീയമായ കാര്യമാണ്. മകൾക്ക് അച്ഛനെ എങ്ങനെ സംസ്കരിക്കണമെന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ. പക്ഷേ ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇത് 3 മക്കൾ ഇപ്പോൾ നിലനിൽക്കുന്നു. 2 പെൺമക്കൾ. അതെ, 2 പെൺമക്കളും അതേപോലെ തന്നെ ഒരു ആൺമകനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇവർക്ക് 3 പേർക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാം. ആ അവകാശവാദങ്ങൾ മറ്റ് പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും വിലയിരുത്തപ്പെടുക. ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ശവം വേണമെങ്കിൽ ദഹിപ്പിച്ച് കളയാം, അതല്ലെങ്കിൽ കുഴിച്ചിട്ട് പുഴുക്കളൊക്കെ തിന്നും. കത്തിച്ച് കഴിഞ്ഞാൽ ചാരമായി പോകും. നമ്മളെപ്പോലുള്ള ആളുകൾ എന്നുവെച്ചാൽ ഒരു യുക്തി ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മെച്ചപ്പെട്ടത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 3 ഓപ്ഷനിലൊന്ന് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് കൊടുക്കുക. അതിനൊരു ഒരു യൂട്ടിലിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. മറ്റേതിന് രണ്ടിനും അതില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മരിച്ചുപോയവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അപ്രസക്തമായ കാര്യമാണ്. നമ്മളുടെ ഒരു മൂല്യവ്യവസ്ഥക്കകത്തു നിന്ന് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം നിർഭാഗ്യവാനാണ് എന്ന് നമ്മൾ പറയുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തിയിലായാലും മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവും നിർഭാഗ്യമൊക്കെ അവസാനിച്ചൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾ അത് വെച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പെൺമക്കൾ ഇങ്ങനത്തെ അഭിപ്രായ പ്രകടനം. മകളെ ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഈ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മറ്റ് ബാഹ്യശക്തികളുടെ സ്വാധീനം ഉണ്ടോ? അല്ല, മകൾ മിക്കവാറും തന്നെ RSSുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെയാണ് ഈ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടുള്ള വക്കീലായി വരുന്നതും അവർക്ക് സഹായം ചെയ്തു കൊടുക്കും ഒക്കെ. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം CPM സാധാരണ രീതിയിൽ എന്താണ്, അയാളൊരു CPM പ്രവർത്തകനായിരുന്നു. ആത്യന്തികമായിട്ട് എക്കാലത്ത്, മാത്രമല്ല കേരളത്തിലെ വലിയ ഒരു വിപ്ലവകാരിയായിരുന്നു. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലെ അദ്ദേഹം ഈ ചാവർ സ്ക്വാഡിലെ അംഗമായിരുന്നു ശരിക്കും പറഞ്ഞു. 1950 നടന്ന കേരളത്തിലെ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 2 പോലീസുകാർ ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ മരിക്കുകയൊക്കെ ചെയ്താണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായി മാറിയ ഒരു പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ, ശരിക്കും ആത്മഹത്യ സ്ക്വാഡിലെ അംഗമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ തുറന്ന പുസ്തകം പോലെ ഇരിക്കുന്നതാണ്. അതിലെന്തായാലും മതവിശ്വാസമോ മതാചാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ജീവിച്ച ഒരാളെ അവസാനം കൊണ്ട് മതത്തിൻ്റെ ആവരണം ചേർത്ത് അദ്ദേഹത്തെ സംസ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നത് യാതൊരു വിധമായിട്ടുള്ള മൂല്യബോധവുമില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അപ്പം മക്കൾക്ക് എങ്ങനെയും ജീവിക്കാം, പക്ഷേ അച്ഛൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതേപോലെ അച്ഛനെ വിട പറയാനായിട്ട് അനുവദിക്കുന്നതാണ് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ഇവിടെ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന അച്ഛൻ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ അല്ല, അച്ഛൻ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനേക്കാൾ ഉപരി അച്ഛൻ എന്താണ് ചെയ്തത്, അച്ഛൻ്റെ ജീവിതം എന്തായിരുന്നു, അത് നോക്കിയാൽ പോലും ഈ മറ്റു കാര്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. അച്ഛൻ എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ അച്ഛൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഞാൻ പറഞ്ഞില്ല 1950 കഴിഞ്ഞ് പിന്നെ 74 വർഷമായി. ഈ 74 വർഷം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇയാൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മുട്ടിപ്പോയി പ്രാർത്ഥിച്ചത് എന്തെങ്കിലും പോയിട്ടുണ്ടോ പള്ളിയിൽ കയറാത്ത അയാളെ മരിച്ചു കഴിഞ്ഞ സമയത്ത് കൊണ്ട് പള്ളിയിൽ കയറ്റണമെന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണല്ലോ? ഒരു യുക്തിയുമില്ല എന്നുള്ളതാണ്. ഈ മൃതശരീരങ്ങളെ തുടർന്നുള്ള തർക്കങ്ങൾ പല സിനിമകൾക്കൊക്കെ ഇതിവൃത്തമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഈമയു എന്ന് പറയുന്ന സിനിമയുടെ അടിസ്ഥാന ഇതിവൃത്തം തന്നെ ഈ ഒരു തൻ്റെ അച്ഛൻ്റെ മൃതദേഹം സ്വന്തം വീട്ടുമുറ്റത്ത് അടക്കം ചെയ്യേണ്ടി വരുന്ന ഒരു മകൻ്റെ ഗതികേടിനെ കുറിച്ചാണ്. പള്ളിയിൽ അടക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുമുറ്റത്ത് ഒറ്റയ്ക്ക് അദ്ദേഹം മൃതദേഹം അടക്കം ചെയ്യാണ്. അതുപോലൊപ്പം തന്നെ പല എഴുത്തുകാരുമൊക്കെ ബന്ധപ്പെട്ടിട്ട് മൃതദേഹങ്ങളുടെ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലുള്ള ആളുകൾക്ക് ദഹിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. തൻ്റെ ശരീരം മരണശേഷം ദഹിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രൂശിക്കൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശരീരമായി സംബന്ധിച്ച് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന്. പക്ഷേ അത് ഖബറടക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പുറത്ത് വിവാദങ്ങളും ഒക്കെ നിഴലിക്കുന്നുണ്ട്.
മാത്രമല്ല പി.ടി. തോമസിനെ പോലുള്ള നേതാക്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ശരീരം സംസ്കരിച്ചത് എന്ന കാര്യവും നമുക്കറിയാം. അതൊരു പാട്ടോട് കൂടിയിട്ട് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു സംസ്കാര ചടങ്ങായിരുന്നു. ചന്ദ്രകളഭം ചാർത്തി ആ ഒരു പാട്ടൊക്കെ വെച്ചുകൊണ്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം യഥാർത്ഥത്തിൽ ഏതാണ് ഏറ്റവും നല്ല ദഹിപ്പിക്കൽ ഒരു രീതി? അല്ല, മാഷുടെ അത് ഞാൻ അഭിപ്രായത്തിൽ? ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉം. ഈ ഒരു മനുഷ്യൻ താൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അവർ വ്യക്തമായിട്ട് ഇപ്പോൾ പി.ടി. തോമസിൻ്റെ കാര്യത്തിൽ ആരും തർക്കം ഉണ്ടാക്കാൻ വന്നില്ലല്ലോ. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശവശരീരം ദഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അത് എന്താണ് ഈ പാട്ട് വെച്ചിട്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ വിടപറച്ചിൽ എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് കാര്യങ്ങൾ ആരും തർക്കം ഉണ്ടാക്കിയില്ല. തർക്കം ഉണ്ടാകുന്നിടത്ത് മാത്രമാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അല്ല, പി.ടി. തോമസ് പക്ഷേ സഭയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂശിക്കൽ നേരിട്ട ഒരാളാണ്. അല്ല, ഗാഡ്ഗിൽ സഭ റിപ്പോർട്ടുമായി പുറത്താണല്ലോ. ബന്ധപ്പെട്ട്. ഞാൻ പറയുന്നത് സഭയും പാർട്ടിയും ഒക്കെ പുറത്താണ്. കുടുംബമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ കുടുംബത്തിൽ തർക്കങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവണം. കുടുംബത്തിൽ തർക്കങ്ങളില്ലെങ്കിൽ ഇത് ഒന്നും പ്രശ്നമായി വരികയില്ല. ഇവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്. അവർ മക്കൾ രണ്ട് രാഷ്ട്രീയത്തിൻ്റെ തലക്കൽ നിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അതൊരു കുടുംബ പ്രശ്നമാണ്. അതിനപ്പുറത്ത് അതിൽ പ്രസക്തിയില്ല. പക്ഷേ ഈ ഒരാൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശവശരീരത്തിന് അയാൾ അവകാശമല്ലല്ലോ. അതാണുള്ള പ്രശ്നം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവകാശം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ എന്നുള്ളതാണ്. പല വ്യക്തികളുടെയും ചില വ്യക്തികളൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് മുമ്പ് തന്നെ അവർ തന്നെ ശവകുടീരം ഉണ്ടാക്കി തന്നെ മരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അടക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ നമ്മളുടെ ചുറ്റുപാടും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സാധ്യമാണ്. എന്തായാലും ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ആഗ്രഹമാണ് പ്രധാനപ്പെട്ടത്. അയാൾ എങ്ങനെയാണ് ജീവിച്ചത് അതാണ് പ്രധാനപ്പെട്ടത്. സഭകൾ ഈ ലോറൻസിനെ യഥാർത്ഥത്തിൽ സഭയുടെ നല്ല കാലത്ത് ലോറൻസിനെ തെമ്മാടിക്കുഴിയിൽ മാത്രമേ അടക്കം ചെയ്യാൻ അനുവദിക്കുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള എത്രയോ പേർക്ക് അങ്ങനെയാണ് അനുഭവമുള്ളത്. കമ്മ്യൂണിസ്റ്റുകളായ മുഴുവൻ ആളുകളെ അവരുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരുന്നില്ല. തെമ്മാടിക്കുഴികളാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത്. അത്ര വലിയ വൈരുദ്ധ്യം അന്നുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ലല്ലോ. ഇപ്പോൾ സഭയുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്, ആളുകളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അത് വേറെ രീതിയിലാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ ഇത്രയും മാത്രം വിചാരിച്ചാലും മതി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു അതിനനുസരിച്ചാണ് അയാൾക്ക് വിട ചൊല്ലേണ്ടത്. അവിടെയാണ് തർക്കം പാടില്ലാത്തത്. ഇവിടെ തർക്കം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രം കരുതി. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മരണപ്പെട്ടിട്ടും തൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല കേസ് കോടതികളിൽ നിന്ന് ഇങ്ങനെ കോടതിയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ്.